പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ഒരു ഉറപ്പ് പറയട്ടെ. ഈ ലോകത്തിലെ ഒരു സിറ്റുവേഷൻസിനും നമ്മളുടെ മേലുള്ള ദൈവിക അപ്പോയിൻമെൻറ്റിനെ, ഓർഡിനേഷനെ ക്യാൻസൽ ചെയ്യുവാൻ സാധിക്കത്തില്ല. കർത്താവ് നിർണയിച്ചാൽ അത് ചെയ്യുക തന്നെ ചെയ്യും. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ യിരെമ്യാവിനോട് പറയുന്ന വാക്കുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ. അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴേ ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. നോക്കിക്കേ, അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴേ ഒന്നുമില്ലാതിരിക്കെ തന്നെ കർത്താവ് സകലതും നിയമിച്ചു, നിർണയിച്ചു. എസ്തറിന്റെ സാഹചര്യം എത്ര മോശമായിരുന്നു. ഒരു രാജ്ഞി പദവിയിലേക്ക് വരുവാൻ യാതൊരു സാധ്യതയുമില്ല. വചനത്തിൽ എങ്ങും നമുക്കത് വായിക്കുവാൻ കഴിയുന്നില്ല. ഒരു അനാഥ പെൺകുട്ടി. പക്ഷേ അവൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുമ്പേ അവളുടെ ഭാവി കർത്താവ് നിർണയിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെ വിരോധമായാലും, എന്തൊക്കെ ക്ഷീണാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, എത്രയൊക്കെ താഴ്ചയിലൂടെ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നെങ്കിലും നിങ്ങളുടെ മേലുള്ള ഭാവി ശ്രേഷ്ഠവും ഉന്നതവും ശോഭയേറിയതുമായ ആ ഭാവി കർത്താവ് നിർണയിച്ച, നിയമിച്ച ചില മേഖലകൾ, അതിനെ മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല. ഒരു സാഹചര്യത്തിനും കഴിയത്തില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോ. ദൈവസാന്നിധ്യം കൂടെയുണ്ടല്ലോ, അതും മതി. കർത്താവിൻ്റെ കരത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് വയ്ക്കോ. പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ മേലുള്ള നിയമനത്തെ തടയുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കോ സാഹചര്യത്തിനോ സാധ്യമല്ല. ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഇതുവരെ നടത്തിയ നാഥ, ഇനിയും എൻ്റെ പ്രിയപ്പെട്ടവരുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കണമേ. ശോഭനമേറിയ ഭാവിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർ നയിക്കപ്പെടുമാറാകട്ടെ. ക്ഷീണിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും അതിജീവിക്കുവാൻ വേണ്ട ദൈവകൃപ ഓരോരുത്തരുടെ മേലും അങ്ങ് പകരണമേ. ഹല്ലേലൂയ. ധൈര്യത്തിൻ്റെ ആത്മാവിനാൽ എൻ്റെ പ്രിയരെ അവിടുന്ന് നിറച്ചതിനായി സ്തോത്രം. കർത്താവ് ഒരുക്കിയിരിക്കുന്ന ശ്രേഷ്ഠമായ നാളേക്കായി കാത്തിരിക്കുവാൻ വേണ്ട ക്ഷമ എൻ്റെ പ്രിയർക്ക് കൊടുക്കണമേ. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്ന കർത്താവേ, മഹത്വപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, പരിശുദ്ധാത്മാവ് ധൈര്യത്തിൻ്റെ ആത്മാവാ. ധൈര്യത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ. നാളേക്കായി ക്ഷമയോടെ കാത്തിരിക്കുക. ശോഭനമേറിയ ഭാവിക്കായി കർത്താവ് നിയമിച്ച ചില നിയമനം പ്രാപിക്കേണ്ടതിന് അല്പം കൂടെ ക്ഷമയോടെ മുന്നോട്ട് പോകും. ബ്ലെസ് യു.